നമസ്കാരം. ഇന്ന് പടവുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് മുണ്ടൂരിൻ്റെ കഥാകൃത്ത്, മുണ്ടൂർ കഥക്കൂട്ടുകളിലെ കളിത്തോഴൻ കഥാകാരൻ കൃഷ്ണപ്രസാദ് മങ്ങാട്ടിൽ കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന കഥാകാരനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൃഷ്ണപ്രസാദിനെ പടവുകളിലേക്ക് സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം. മങ്ങാട്ടിൽ കൃഷ്ണപ്രസാദ്, ആമുഖമില്ലാതെ തന്നെ പറയാം. മങ്ങാട് കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പേരിൻ്റെ വേറൊരു ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു കഥാകൃത്തായി സ്ഥാപിക്കപ്പെട്ട ഒരു കഥാകാരനാണ് കൃഷ്ണപ്രസാദ്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സാറേ? മുണ്ടൂരിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ മുണ്ടൂർ കൃഷ്ണപ്രസാദ് എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം ഇതായിട്ട്. എൻ്റെ ഗുരുക്കന്മാരായ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയും മുണ്ടൂർ സേതുമാധവനും ഒക്കെ അങ്ങനെ സ്ഥലപ്പേര് മുൻപിൽ വെച്ചിട്ടാണ് പ്രസിദ്ധരായത്. അവരുടെ കഴിവുകൊണ്ടും. അതെ, ഞാൻ എന്തുകൊണ്ടോ ഫാമിലിയെ പ്രൊജക്റ്റ് ചെയ്തു എന്ന് മാത്രം. മുണ്ടൂർ തന്നെയാണ് എൻ്റെ കഥാ വിഷയങ്ങളിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്. ഒരു ആത്മകഥാംശമുള്ള രചനകളാണ് അധികവും കൃഷ്ണപ്രസാദിൻ്റേതായി അങ്ങയുടേതായി വരാറുള്ളത്. എന്താ ഈ ഒരു ആത്മകഥാംശങ്ങൾ നിറഞ്ഞ ഒരു സ്വീകരിക്കാൻ കാരണം? ഞാൻ മുണ്ടൂരിൽ 40 കൊല്ലത്തോളം ജനിച്ചു വളർന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മുണ്ടൂരിലെ ഇപ്പോൾ പ്രസിദ്ധമായ മുണ്ടൂർ കുമ്മാട്ടി മുതലെടുത്ത് മുണ്ടൂരിലെ ഭക്തിയുടെ ഉഗ്രശക്തി കേന്ദ്രമായ മുണ്ടൂർ പാലക്കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഒക്കെ കളിച്ച് വളർന്ന് എല്ലാം ഇതായി മുണ്ടൂർ അത്രയ്ക്ക് മനസ്സിൽ വന്നുപോയി. പിന്നീട് 4 തട്ട് ജീവിതമാണ് ഞാൻ മുണ്ടൂരിൽ കഴിഞ്ഞത്. ആ 40 കൊല്ലക്കാലം കളിജീവിതം, വായനശാല ജീവിതം, കുറേ തറവാടുകളുണ്ടായിരുന്നു, അവിടെയുള്ള എൻ്റെ ജീവിതം, പിന്നെ വായനശാല ജീവിതം, എഴുത്ത് ജീവിതം. അങ്ങനെയാണ് ജീവിതത്തിലേക്ക് പിന്നെ കൃഷ്ണപ്രസാദിനെ കൈപിടിച്ചുയർത്തിയത് ഈ വായനശാല ജീവിതമാണ്, ഗ്രന്ഥശാല ജീവിതം. ആബ്സല്യൂട്ട്ലി, അതങ്ങനെ തന്നെയാണ്. എന്നെ ഏകദേശം എനിക്ക് ഒരു കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ അങ്ങ് ഒരേ സമയം വായിച്ചിരുന്നതായി കേട്ടു. അതെ. ഞാൻ ഇതൊന്നും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ അത്രയധികം പങ്കുവച്ചിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, 4 തട്ട് ലൈഫിൽ ഞങ്ങൾ പോകുമ്പോൾ കഥകൾ അവരിന്നൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ മുണ്ടൂരിലെ യുവപ്രഭാത് വായനശാല, അതായത് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയും മുണ്ടൂർ സേതുമാധവനും ബാക്കിയുള്ള അതിൻ്റെ അമരത്തിലുള്ള ഇപ്പോൾ ഉള്ളവരെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് അക്ഷരങ്ങൾ കിട്ടിയത് അവിടുന്നാണ്. യുവപ്രഭാത് വായനശാല അവിടുത്തെ പല ക്ലാസ്സുകൾ, കഥാചർച്ചകൾ, പിന്നെ പരിഷത്തുമായിട്ടുള്ള ബന്ധം, ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം എന്നെ അറിയാതെ വളർത്തി തന്നെ പറയാം. അപ്പോൾ അന്നൊക്കെ ഞാൻ മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷോടും മുണ്ടൂർ സേതുമാധവൻ മാഷോടും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കഥകൾ എങ്ങനെ എഴുതുക എന്ന് വരെ, അതിനൊക്കെ എന്തൊക്കെയാണ് വെടിക്കോപ്പുകൾ നമ്മൾ കരുതേണ്ടതെന്ന്, അതൊക്കെ ഞാൻ അവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കി പിൽക്കാലത്ത് പ്രയോഗിച്ചതാണ്. മുണ്ടൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു കഥാകാരനും അറിയാതെ തന്നെ കഥാലോകത്തേക്ക് പ്രവേശിക്കുന്നതാണ് പറയാറുള്ളത്. ശരിയാണ്. കാര്യം മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷോട് എനിക്ക് വളരെ ആത്മീയ ബന്ധമുണ്ടായിരുന്നു. കാരണം വായനശാല തുറക്കുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. ആ കാലങ്ങളിൽ 80കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവിടെ ഒരു ലൈബ്രറീനും വന്ന് തുറന്ന് പിന്നെ ഞങ്ങളങ്ങനെ ഇരുന്ന് അവിടെ കുശലാന്വേഷണം, മുണ്ടൂരിലെ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ കേട്ടിരിക്കുകയാണ്. കാരണം ഞാൻ കുട്ടിയായിരുന്നു അന്നൊക്കെ. അപ്പോൾ അവരുടെ കഥ, പല തമാശ കഥകളും രസകരമായ അനുഭവങ്ങളും എന്നോടായിട്ട് അവർ അവിടെയുള്ള ആൾക്കാരായിട്ട് പങ്കുവെക്കുമ്പോൾ എനിക്കും അതിലൊരു ആത്മകഥാംശം കിട്ടിക്കൊണ്ട് വന്നു എന്നുള്ളതിൽ ആണ് ഈ പിന്നീടുള്ള എൻ്റെ എഴുത്തുകളിൽ തുടരെ കാണുന്നത്. വ്യക്തി ജീവിതത്തിലും കൃഷ്ണപ്രസാദ് അത്തരത്തിലാണ് ഒരു ആത്മകഥാംശ പ്രേരിതമായ ജീവിതം നയിക്കുക. അങ്ങനെ തന്നെ മുണ്ടൂർ തന്നെയാണ് എന്നും എൻ്റെ മനസ്സിൽ. അമ്മ എന്ന് പറഞ്ഞ വലിയ വികാരമാണ്, എല്ലാവർക്കും അമ്മ വലിയ വികാരമാണ്. അമ്മയെ പരിലാളിക്കുകയും സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു തികഞ്ഞ പച്ചയായ മനുഷ്യൻ. അതെ, ഒരു സംശയമില്ല. വേഷവിധാനങ്ങളിലും എൻ്റെ ഡ്രസ് കോഡിലും എനിക്ക് ജോലിക്ക് തരമായി വരുന്ന രീതിയിൽ പിൽക്കാലത്ത് ഞാൻ മാറിയെങ്കിലും ഞാൻ ഇന്ത്യ മുഴുവൻ ചുറ്റിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ പല ഭാഗങ്ങളും, എല്ലാ ഭാഗങ്ങളും എന്നോട് എത്തപ്പെടാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ കേരള നമ്മുടെ നാടിൻ്റെ
സംസ്കാരത്തോട് ഒത്തുചേരാനും ഒട്ടിച്ചേരാനും എൻ്റെ മനസ്സ് വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പല ബോംബെയിലും നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഞാൻ കുറച്ചു കാലം ജോലിയൊക്കെ ചെയ്ത് തിരിച്ചു വരവ് പിന്നീട് എഴുത്തിലേക്കാണ് തിരിഞ്ഞത്. എഴുത്ത് ജീവിതം സമം കൃഷ്ണപ്രസാദ്. സത്യത്തിൽ ഇപ്പോൾ ജോലിക്കിടയിൽ പോലും കിട്ടുന്ന എല്ലാ അവസരങ്ങളും എഴുത്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നതിൽ വളരെ സത്യമാണ്. കാര്യം മുണ്ടൂരിനെ ആലോചിച്ചിട്ടാണ് എനിക്ക് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ താമസിക്കുന്ന പാലക്കാടും മുണ്ടൂരുള്ളവരും പിന്നീട് കേരളത്തിലുള്ളവരും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം വഴി എന്നെ പ്രോത്സാഹിപ്പിച്ചു. കൃഷ്ണപ്രസാദ് മുണ്ടൂർ തപസ്സാണ്. അതെ, മുണ്ടൂരിൻ്റെ അഭിമാനം എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ. അപ്പം ഞാനതൊന്നും ഫുൾ ഏറ്റുകൊള്ളില്ല. ഞാൻ അത്രയ്ക്ക് വളർന്നു എന്ന് എനിക്കറിയില്ല. ഒരു കഥയുടെ തീരത്ത് ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ തീരത്തിൽ നിന്ന് തോണി കിട്ടി ഞാൻ എത്രയോ കാലങ്ങൾ അകലെ പോവാനുണ്ട്. അങ്ങനെ പോവായി കഴിഞ്ഞാൽ വായന എനിക്ക് കുറവായി തോന്നിയിട്ടുണ്ട് എൻ്റെ ഈ ജോലി തിരക്കിനിടയിൽ. അപ്പോൾ ഇന്നത്തെ തലമുറ വായന അന്യമാവുന്നൊരു ഘടകവും കൂടിയാണ്. അപ്പോൾ ഞാൻ പണ്ട് എഴുതിയതൊക്കെ എൻ്റെ മുത്തശ്ശിമാർ തറവാട്ടിൽ ജീവിതം ഞാൻ പറഞ്ഞല്ലോ, പല തറവാടുകളിലും ഞാൻ ദൂതനായും അല്ലാതെയും പോയി അച്ഛനമ്മമാർ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പല സ്ഥലത്ത് പോയി ചെയ്തിട്ടും ഒരു ദൂതനായി ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് മുണ്ടൂരിനെ കാണാൻ കഴിയുന്നത്. അതുപോലെ എഴുത്തിലും അത് പ്രതിഫലിച്ചു. ആത്മകഥയാണ് ഞാൻ ആദ്യം എഴുതിയത്. മുണ്ടൂരിലെ കഥക്കൂട്ടുകൾ, ഡിസംബറിലെ കഥകൾ, അതൊരു പ്രത്യേക രീതിയിലുള്ള കഥകളുടെ ഒരു സമ്മേളനമാണ്. ഡിസംബറിലെ കഥകൾ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അത് ഒറ്റപ്പെട്ട കഥകളാണ്, വേദനിക്കുന്ന കഥകളാണ്. പിന്നെ ചില ഇപ്പോൾ ഒരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ഓണപ്പതിപ്പിലായിട്ട് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. 2-3 ഉണ്ട്. അതിൽ അതെന്താ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുടെ വെസ്റ്റേണൈസേഷൻ നടന്നു കഴിഞ്ഞു. ഞാൻ അതിനെതിര് പറയുന്നില്ല. കാരണം ഞാൻ ഇട്ട ഡ്രസ്സുകൾ മുഴുവൻ പാശ്ചാത്യരുടേതാണ്. നമുക്കൊരു അങ്ങനെയൊരു ജീവിതം പെട്ടെന്ന് കെട്ടിപ്പടുക്കാൻ പറ്റുന്നില്ല. നമ്മൾക്ക് സ്വയം നൂൽക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കണ അപ്രാപ്യമായ ഒരു കാലമാണ്. ഞാൻ അതൊക്കെ നമസ്കരിക്കുന്നു. അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഉണ്ട്. അപ്പം ഒരു അവാർഡ് വാങ്ങാനായിട്ട് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു കഴിഞ്ഞ 2 മാസം മുമ്പ്. അതെ, ഇതൊക്കെ മുണ്ടൂർ തന്ന ഭാഗ്യമാണ്, പാലക്കിഴി അമ്മ തന്ന ഭാഗ്യമാണ്. അവിടെ സത്യമുണ്ട്. സത്യമാണ്, ധർമ്മവുമാണ് കൃഷ്ണപ്രസാദിനെ നയിക്കുന്നത്, അല്ലേ? അതെ. എല്ലാവരെയും നയിക്കേണ്ടതും അത് തന്നെയാണ്. അങ്ങയുടെ ഒരു കഥയിൽ സഡൻ ബ്രേക്കോടുകൂടി ഗുരുദേവൻ ബസ് മാണിക്യപ്പാടം സ്കൂൾ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ മനസ്സിലൊരു അന്താളിപ്പുണ്ടായി എന്നാണ് പറയുന്നത്. എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ്. പല യുവ എഴുത്തുകാർക്കും അല്ലെങ്കിൽ എഴുത്തുകാരികൾക്കും തോന്നാവുന്നതാണ്. പക്ഷെ അങ്ങ് ചെയ്യുന്നത് മനസ്സിൽ തോന്നിയ, അല്ലെങ്കിൽ എഴുത്തുകാരൻ ചെയ്യേണ്ടത് തോന്നിയ കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതിലെങ്ങനെ തോന്നുന്നു അങ്ങേക്ക്? ആദ്യത്തെ എഴുത്ത് ഒരു കഥയിലൂടെ തുടങ്ങാൻ എനിക്ക് മടിയുണ്ടായിരുന്നു. പല കഥകളും എനിക്ക് പ്രൈസ് വാങ്ങി തന്നിട്ടുണ്ടെങ്കിലും ചെറുപ്പം മുതലേ സ്കൂൾ സുവനീറുകളിൽ ഒക്കെ എഴുതി ശീലം, കോളേജുകളിൽ എഴുതി ശീലം, കോളേജ് ലൈഫും ഉണ്ടായിരുന്നു. ഒരു നാടകം അവതരണം, നാടകം എഴുത്ത്, ഇതെല്ലാം ആ കാലങ്ങളിൽ വന്നു. വിക്ടോറിയ കോളേജിലായിരുന്നു. ആദ്യം ചിറ്റൂർ കോളേജിലായിരുന്നു. അവിടുന്ന് എല്ലാം കണ്ടുപഠിച്ച് ഞാനത് വിക്ടോറിയയിൽ കോപ്പി ചെയ്യുകയാണുണ്ടായത്. കാരണം ചിറ്റൂർ ഞാൻ വളരെ ചെറിയൊരു പയ്യനായിരുന്നു. അപ്പോൾ മാർക്ക് കുറവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിക്ടോറിയ എനിക്ക് നഷ്ടപ്പെട്ടത് അന്ന് കാലത്ത്. പിന്നീട് ഞാൻ വിക്ടോറിയയിൽ വന്നപ്പോൾ എൻ്റെ എല്ലാ കലാകഴിവുകളും പുറത്തെടുത്ത് എന്നെ വലുതാക്കാൻ എൻ്റെ കൂട്ടുകാർ ശ്രമിച്ചിരുന്നു. അപ്പോൾ കൃഷ്ണപ്രസാദെ, മുണ്ടൂരും വിക്ടോറിയയും ഒരു തികഞ്ഞ കലാകാരൻ അല്ലെങ്കിൽ കഥാകാരൻ, സാഹിത്യകാരനായി മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്താൻ ഒരു സാധ്യത തെളിഞ്ഞു.
പറയാം. കാര്യം ഞാനിപ്പോൾ കൊച്ചിയെ കുറിച്ചിട്ടോ എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്. പക്ഷേ ഒരു 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 കഥയിൽ ചിലപ്പോൾ പലവിധ കൺട്രീസിനെ കുറിച്ചിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഭാവനയിൽ എഴുതാം. പക്ഷേ ഒരു ആത്മകഥയിൽ നമ്മൾ സ്വാംശീകരിച്ച ദേശങ്ങളെക്കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ മുണ്ടൂരിലെ കുമ്മാട്ടി തന്നെ എടുക്കാം. ആ കുമ്മാട്ടി അത്രയ്ക്ക് സമുദ്രമാവുന്ന പല നാട്ടുകളിൽ നിന്നും ആളുകൾ വരുന്ന ഒരു കുമ്മാട്ടി, അത് സാഹോദര്യത്തിനും സൗഹൃദത്തിനും വഴിയൊരുക്കുന്നു എന്ന് പറയുന്നുള്ള ഒരു കാലങ്ങളിലൂടെയാണ് ഞാൻ അന്നൊക്കെ കടന്നു വന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. അത് പല കൂട്ടുകാർ ആ സമയത്ത് ഞാൻ ആരോടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോടും ഞാനിത് പറഞ്ഞിരുന്നില്ല. സ്വകാര്യമായി എഴുത്ത് ശീലിച്ച് പിന്നീടത് കോളേജിൽ പോലും മൈന എന്നുള്ള പേരിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എഴുതിയിരുന്നു. ബഷീറിൻ്റെ മരണസമയത്തൊക്കെ ബഷീറിൻ്റെ കോഴിക്കോട്ടുള്ള വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. MT വാസുദേവൻ നായരെ കണ്ട് ഞാൻ വണങ്ങിയിട്ടുണ്ട്. ആദ്യ ബുക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവരൊക്കെ മഹാകലാകാരന്മാരാണ്. നമുക്കൊന്നും അവരപ്പോൾ എത്താൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ എങ്കിലും കൂടി ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. മുണ്ടൂർ കൃഷ്ണൻകുട്ടി സാറ് അന്തരിച്ചെങ്കിലും അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. മുണ്ടൂർ സേതുമാധവൻ സാറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അദ്ദേഹം എനിക്ക് പ്രചോദനം തരാറുണ്ട്. ഇങ്ങനെ എഴുതണം, ഈ ലെവലിൽ പോകണം, വായന വേണം. ഇന്നത്തെ പുതുതലമുറയ്ക്ക് കുറവുള്ളത് ഒരു വായനയാണ്. അപ്പോൾ വായനയിലൂടെ നമുക്ക് പുതിയ ലോകം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അനുഭവങ്ങളുടെ വിഹായസുകൾ തുറന്നു കിട്ടാൻ അതേ വഴിയുള്ളൂ. ഇന്നിപ്പോൾ മൊബൈലിൽ ഇതെല്ലാം വന്നപ്പോൾ എന്തൊക്കെയോ വായനകൾ പുതുതലമുറ അടക്കം ഉണ്ട്. ഈ റീഡിങ്ങെല്ലാം ഉണ്ട്. പേപ്പർ പോലും വരുത്താത്ത ചില ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ആദ്യം അക്ഷരങ്ങളെ കാണുന്നതിന് പകരം മൊബൈലിൽ പല നമുക്ക് വിപരീതകരമായ കാര്യങ്ങൾ, സമൂഹത്തിൽ യുദ്ധപരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കൊക്കെ പ്രലോഭിച്ചിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. അപ്പോൾ കുട്ടികളിൽ നിന്ന് തുടങ്ങണം. ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞ പോലെ പത്രവായന സ്ഥിരമാക്കണം. അത് ചൈനീസ് പഴമൊഴിയാണ്. ആ ചൈനീസ് പഴമൊഴിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ബോൺസായി ആവരുത്. രാജ്യസ്നേഹം വേണം നമുക്ക്, പക്ഷേ നമ്മുടെ മാതൃഭാഷയോടും സ്നേഹം വേണം. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഡൽഹി, ബോംബെ പല സ്ഥലങ്ങളിലും പോയിട്ട് അവരുടെ കൊച്ചുമക്കൾക്ക് മലയാളം എന്നുള്ള എഴുതാനോ വായിക്കാനോ വൃത്തിയായോ അമ്മയെ ഒന്ന് പറയാനോ ഒന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചത് അതാണ്. എൻ്റെ അച്ഛനാണ് എന്നെ അച്ഛനും അമ്മയും റിട്ടയർഡ് ഹെഡ്മാസ്റ്റർമാരായിരുന്നു. അപ്പോൾ മുണ്ടൂരിൽ നിന്ന് തന്നെ പിരിഞ്ഞവരാണ്. അപ്പോൾ അവർ അച്ഛനാണ് എന്നെ 87 വായനശാലയ്ക്ക് തള്ളിവിട്ടത്. പോയി വായിക്കടാ എന്നാണ് അച്ഛൻ ഉപദേശിച്ചത്. അമ്മ അതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്തു. ഇന്ന് അവർ ആ ഉപദേശം ഞാൻ എങ്ങനെയോ ഉൾക്കൊണ്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു ചെറുപ്പകാലത്ത് ഞാൻ അത്ര അനുസരണയുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. അവിടുന്നാണ് തുടങ്ങുന്നത്. അച്ഛനും അമ്മയാണ് ഗുരുക്കന്മാർ അവർ തന്നെയാണ്. പിന്നെ മുണ്ടൂർ കൃഷ്ണൻകുട്ടി, മുണ്ടൂർ സേതുമാധവൻ, ഇപ്പോൾ യുപ്രഭാത് വായനശാലയുടെ അമരത്തുള്ള ചന്ദ്രശേഖരേട്ടൻ, സെൽവേട്ടൻ, കാസി മാസ്റ്റർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ലൈബ്രറി കൗൺസിൽ മെമ്പറൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതെ ദീർഘകാലം അവരുടെയൊക്കെ വിഷനാണ് ഇന്നും മുണ്ടൂരിൽ സംഭവിക്കുന്നത്. മുണ്ടൂരിന് രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വളരെ ഒരു കരുത്തേറിയ പാരമ്പര്യമുണ്ട്. എത്രയോ മീറ്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, കോങ്ങാട്ടിൽ നിന്നുള്ള ഒരു രാജവിശ്വനാഥൻ മാഷ്. അപ്പോൾ അന്ന് HM ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അതെ അറിയാം അവരെയൊക്കെ ചല്ലിക്കൽ മാഷ് കോങ്ങാടിന് വേണ്ടിയല്ല ജീവിച്ചത്. മുണ്ടൂരിന് വേണ്ടി, മുണ്ടൂരിൻ്റെ സാധാരണ പാവപ്പെട്ട വേറൊരു വായനശാല കൂടിയുണ്ട്, എടക്കാട് ശാന്തിസേന വായനശാല. അതിൽ VA രാജൻ മാഷൊക്കെ ഉണ്ട്. എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവർ എന്നെ വായനക്കാരാണ് ഇതുവരെ എത്തിച്ചത്. അല്ലാതെ ഞാൻ എന്ന വ്യക്തി വെറും ഒരു എഴുത്തിലൂടെ എൻ്റെ കാര്യങ്ങൾ നവമാധ്യമങ്ങളിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതല്ലാതെ എന്നെ ആസ്വദിച്ചത് ലോകത്തുള്ള ജനങ്ങളാണ്. അത് ഗൾഫിലും പുറം രാജ്യങ്ങളിലും പ്രസിദ്ധമായി എന്ന് പറയുമ്പോൾ
ഞാൻ മുണ്ടൂർ തന്ന പാരമ്പര്യത്തിൽ ഞാൻ നമിക്കുന്നു. ഓ, വലിയ സന്തോഷമാണത്. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് തന്നെ വലിയ മഹത്തരാണ്. ദേശത്തോടും നമ്മുടെ ആളുകളോടും കാണിക്കുന്ന ഒരു ആഭിമുഖ്യം. അപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ, കൃഷ്ണപ്രസാദിൻ്റെ സംസാരത്തിൽ തന്നെ തൻ്റെ ദേശം കുറച്ച് ആവേശം കൊള്ളുന്നുണ്ട്. ഞാൻ മുണ്ടൂരിനെ കുറിച്ച് അത് വേണം, തീർച്ചയായും വേണം, വേണ്ടത്. ഇപ്പോൾ മമ പബ്ലിക്കേഷൻസ്, മമ മലയാളം, അതിൻ്റെ അടുത്ത പുസ്തകം സെപ്റ്റംബർ 1 സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് പ്രകാശിതമാവുകയാണ്. അത് പൂർണ്ണമായും മമ മലയാളത്തിൻ്റെ പ്രവർത്തകരാണത് ചെയ്യുന്നത്. ഞാൻ ഈ മുണ്ടൂരിലെ കഥ എന്തൊക്കെയാണ്? കഥ എല്ലാം മുണ്ടൂരിൽ നടന്ന, ഞാൻ പറഞ്ഞില്ലേ, 4 തട്ട് ജീവിതങ്ങൾ. ഞാൻ കളിനിലവുകൾ, വായനശാല ജീവിതം, തറവാടുകളിൽ ഒന്നിച്ചുള്ള ജീവിതം, പിന്നെ എൻ്റെ പഠനകാലം. ദേശവും തറവാടുമാണ്. അതെ അതെ അതെ. ഞാൻ ഇരുന്ന സ്ഥലത്തെ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞാൽ ദേശവും തറവാടും. അങ്ങനെ ഞാനൊരു ഒരു കളിക്കുട്ടിയായി അവരുടെ കാരണവന്മാരുടെ മുന്നിലൂടെ ഓടി നടന്ന് അവരുടെ നിന്ന് കഥകൾ കേട്ട് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ കഥ എഴുതാമെന്ന് ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. ആരോടും പങ്കിട്ടില്ല എന്നുള്ളതിൽ ഞാൻ വ്യസനിക്കുന്നു. എൻ്റെ കൂട്ടുകാർ വ്യസനിക്കരുത്. കാര്യം എനിക്കന്ന് ഞാൻ പോരാ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടോ ആ തോന്നൽ? ഇപ്പോഴും അതന്നെയാണ്. എന്ത് പറ്റി? അത് ഞാൻ കഥയുടെ തീരത്തെ എത്തിയിട്ടുള്ളൂ. തീരത്ത് പോലും എത്തിയിട്ടില്ല എന്ന് പറയും. തീരത്ത് പോലും എത്തിയിട്ടില്ല എൻ്റെ ഒരു കണക്കിന്. കാര്യം എനിക്ക് സമയപരിധികളുണ്ട്. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് എത്രത്തോളം കഥയിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് വളരെ ശ്രമകരമാണ്. അപ്പോൾ ഞാൻ ഇനിയും കഥകൾ, ഒരു നോവലിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. കയ്പേക്കളം നിവാസികൾ എന്നാണ് അതിൻ്റെ പേര്. ഒരു നാട് നഗരവൽക്കരിക്കുന്ന ഒരു സമയമാണത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതുന്നത്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ് കവിഭാഷ്യം. സത്യം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. നന്മയിലധിഷ്ഠിതമായ ഒരു ഗ്രാമ്യ ഭംഗി ഒരിക്കലും എഴുത്തിൽ ഗ്രാമമില്ലാതെ, കല്ലടിക്കോടൻ മലയില്ലാതെ, കരിമലയില്ലാതെ, ചോലകളില്ലാതെ, തോടുകളില്ലാതെ, വയൽവരമ്പുകളില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അത് എനിക്ക് നോവൽ എഴുതുന്നതിൽ കഷ്ടമായിട്ടും തോന്നിയിട്ടുണ്ട്. കാര്യം നോവലിലെ നമ്മുടെ ഭാവനയാണ് ഉൾക്കൊണ്ടത്. ഒരു 3 കൊല്ലം കൊണ്ടത് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും സാധ്യമാവട്ടെ. അങ്ങയുടെ കുടുംബജീവിതം? വൈഫ് ഓൾ ഇന്ത്യ റേഡിയോയിൽ മഞ്ചേരി നിലയത്തിൽ അവതാരികയാണ്. പേരെന്താ അവരുടെ? പ്രമീള ചോലക്കൽ എന്നാണ് പേര്. അവർക്കും സാഹിത്യത്തിൽ അഭിരുചിയുണ്ട്. അതുകൊണ്ടാണല്ലോ ആകാശവാണിയിലൊക്കെ ഇത് ചെയ്യുന്നത്. അവളും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ റീസെൻ്റ്ലി മാരീഡാണ്. അങ്ങനെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ കുടുംബം ഒരു എഴുത്തുകാരനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. എഴുത്തുകാരനല്ല, കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പ് അതിൽ വളരെ അനിവാര്യത. ഏതിലായാലും കുടുംബജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഇത് വേണം. മനസ്സിലായില്ലേ? എഴുത്തിൽ മാത്രമല്ല, ഒരു നമ്മുടെ നിത്യേനയുള്ള വഴിനടപ്പിൽ ഉടനീളം കൈത്താങ്ങായി നിൽക്കേണ്ടത് കുടുംബമാണ്. അല്ലേ? ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, കുട്ടികൾ അച്ഛന്, കുട്ടികൾ അമ്മയ്ക്ക്, അതുപോലെ തിരിച്ചും മക്കൾക്കാണെങ്കിൽ അച്ഛൻ അമ്മ എന്ന് പറയുന്നത്. അങ്ങയ്ക്ക് അങ്ങയുടെ അച്ഛനും അമ്മയും മാർഗദർശിയായതുപോലെ അതൊരു ഒരു സംസ്കാരമാണ്. നമ്മളെ പറയാറില്ലേ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ. ഇപ്പം പറയുന്നതല്ല, അതിനപ്പുറമുള്ള ഭാഷ്യത്തിലാണ് ഞാൻ പറയുന്നത്. വലിയ ഗൃഹാതുരമായ ആതുരത്വത്തോടുകൂടി നീങ്ങുന്ന ഒരു സാംസ്കാരിക തനിമയുടെ ആത്യന്തികമായ ഒരു ഘടകമാണ് കുടുംബം. അല്ലേ? കുടുംബം ഞാൻ പറയാം, ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരു വിറുതി കുട്ടിയായിരുന്നു. സത്യം പറയുന്നതിൽ എനിക്ക് മടിയില്ല. പിന്നീട് അങ്ങോട്ട് വായനയിലേക്ക് വരികയാണ്. അപ്പോൾ ഔട്ട് ഓഫ് ദ സൊസൈറ്റി ആവുന്നുണ്ട്. എഴുത്തുകാരൻ എന്നും ഔട്ട് ഓഫ് ദ സൊസൈറ്റിയാണ്. സൊസൈറ്റിയുടെ പുറത്തുനിന്ന് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്നവനാണ് യഥാർത്ഥ എഴുത്തുകാരൻ. ഔട്ട്സൈഡറാണ്. അപ്പോൾ എനിക്ക് പല കൂട്ടായ്മകളിലും പിന്തള്ളപ്പെടുകയും പരാജയപ്പെടുകയും, അപ്പോൾ എന്താണെന്നൊക്കെ അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ ഞാനൊരു മുറിയിലെത്തുകയും എഴുതുമ്പോൾ അതിനൊരു ഉത്തരം കിട്ടുകയും ചെയ്യുകയാണ്. അവിടുന്നാണ് തുടങ്ങുന്നത്. ആദ്യം എനിക്ക് മടിയായിരുന്നു എൻ്റെ പേരെഴുതാനും എല്ലാമായിട്ട്. MT വിക്ടോറിയയിൽ വന്നപ്പോൾ ഞാൻ അടുത്ത് കണ്ടിട്ട് പോലും പോയില്ല, പേടിച്ചിട്ട്.
ഇന്ന് ഞാൻ ആദ്യ ബുക്ക് എഴുതിയത് കാണിച്ചത് MTA ആണ്. അപ്പോൾ ഒരു സൗഭാഗ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വണ്ടർഫുൾ ബാക്ക്ഗ്രൗണ്ട് വിത്ത് എ വണ്ടർഫുൾ ബാക്കപ്പ് അങ്ങനെയൊന്നും പറയുന്നില്ല. സംഭവിയാണ്. ഞാൻ വായനയിലാണ് എൻ്റെ പിന്നാക്കാവസ്ഥ ഉള്ളത്. അത് ഞാൻ എന്നും പറയും. ഈ വായനയിലൂടെ ഇനി മുതൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജനങ്ങൾക്ക് നല്ല രീതിയിലൊരു മെസ്സേജ് കൊടുത്ത് സമൂഹത്തിന് നന്നാക്കി മാറ്റാൻ എഴുത്തുകാരെ കൊണ്ട് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ. പുതിയ എഴുത്തുകാരോട് എന്താ ഒരു കഥാകാരൻ എന്നുള്ളതിലേക്ക് അങ്ങേക്ക് പറയാനുള്ളത്? പുതിയ എഴുത്തുകാർ ബ്രില്യൻ്റാണ്. ഇപ്പം ഞാൻ ആൾക്കാരുടെ പേര് വെച്ച് പറയുന്നില്ല. സുഭാഷ് ചന്ദ്രൻ, VR സുധീഷൊക്കെ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ്, ബെന്യാമിൻ, അവരൊക്കെ. അപ്പോൾ അവരൊന്നും പോത്താൻ എന്നെ കൊണ്ട് പെട്ടെന്ന് പറ്റില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ട് സീരിയസ് ആയി തുടങ്ങിയിട്ട് 5-6 കൊല്ലമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ മുണ്ടൂരേ ഉള്ളൂ. അതിനപ്പുറം ഞാൻ കണ്ടെത്തണം. ആ അപ്പുറത്തുള്ള ലോകത്തിലേക്ക് എനിക്ക് കുതിക്കാൻ ഞാൻ തന്നെ സ്വയം ആശിക്കുന്നു കേട്ടോ. മുണ്ടൂർ സേതുവാൻ സാദ് പറഞ്ഞ പോലെ തനിക്കിനിയും കുറേ കാതങ്ങൾ പോവാനുണ്ടോ എന്നാണ് പറഞ്ഞത്. തീർച്ചയായും അത് തന്നെ നമുക്കും പറയാനില്ല. അക്ഷരയിൽ ഞാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതാണ്, തനിക്കിനിയും കുറേ പോകാനുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കി താണ്ടാനുണ്ട് ഒട്ടനവധി എന്നാണ് പറഞ്ഞത്. ഞാൻ സാഹിത്യകരമായി പറയല്ല, ഏത് ഫീൽഡിൽ എടുത്തോളൂ, ഉയരണമെങ്കിൽ ആ സ്പെഷ്യലൈസേഷൻ നമുക്ക് കൂടിയേ തീരൂ. ഒരു കാര്യം ഞാൻ പറയാം, അശ്രാന്ത പരിശ്രമമാണ് അന്തിമ വിജയം. സത്യമാണ്. പരിശ്രമിക്കാതെ ഒരു എഴുത്തുകാരൻ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നിതാന്തമായ ജാഗ്രത എഴുത്തിനോട് പുലർത്തണം. ജാഗ്രതായ എഴുത്തുകളാണ് കാലം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതിൽ ഉപേക്ഷ വരുത്തരുത്. വായനയാണ് MTA വലുതാക്കിയെടുത്തത്. ആകമാനമുള്ള ഒരു അറിവുണ്ടായത് വായനയിലൂടെയാണ്. ഞാൻ അറിയുന്ന ഒരു കുടുംബമുണ്ട്. അവർ എന്നും 9 മണിക്ക് വായന തുടങ്ങും. ഓരോരുത്തർ ഓരോ ബുക്ക് എടുത്ത് ഓരോ റൂമിൽ പോകും. അപ്പോൾ നമുക്ക് ആർക്കും കഴിയാൻ പറ്റാത്ത ഈ പുതുലോകത്ത് അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇത് കഴിയുന്നു? നമ്മൾ മൊബൈലിൽ അവർ മൊബൈലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഓരോരോ ആൾക്കാരെ അവർക്ക് കൂടുതൽ അറിയുന്നുണ്ട്. കൃഷ്ണപ്രസാദേ, ഈ അങ്ങ് പറഞ്ഞപ്പോൾ പറയുക, ഡോക്ടർ BR അംബേദ്കർ തൻ്റെ സുഹൃത്തിനെ തേടിയിരുന്നത് ഇതിൽ നിന്നാണ്. പുസ്തകമായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, വായനയായിരുന്നു. അതൊരു പുതിയ അറിവാണ്. അതാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ താൻ ഒരു സുഹൃത്തിനെ കണ്ടെത്തിയിരുന്നത് പുസ്തകത്തിൽ നിന്നാണ്. അങ്ങത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു അഡീഷന് വേണ്ടി കൂട്ടിച്ചേർക്കലാണ്. പറഞ്ഞോളൂ. അല്ല, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാനൊരു ഉൾപ്പേടി എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ എത്ര കാലം എഴുത്തിലേക്ക് തുടരും, എത്ര അക്ഷരങ്ങൾ എന്നെ ഇനി മുന്നോട്ട് നയിക്കും എന്നൊരു പേടിയുണ്ട്. കാരണം ഈ എഴുത്തെന്ന ഖനി ഞാൻ വറ്റിപ്പോകുമോ എന്നുള്ള ഭയവും എനിക്കുണ്ട്. ഒരിക്കലും പറ്റാത്തൊരു തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും അതിലൊരു പേടി, ഒരു നൈറ്റ്മെയർ എന്നെ വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയപ്പെടണ്ട. നിങ്ങളുടെ ഖനികൾ, ഉറവകൾ വെറ്റുന്നതേ ഇല്ല കൃഷ്ണപ്രസാദേ. കൃഷ്ണപ്രസാദ് എഴുതണം, വീണ്ടും വീണ്ടും എഴുതണം. നല്ലൊരു കഥാകാരനായി, പാലക്കാടിൻ്റെ കഥാകാരനായി മാറും. അതിലുള്ള ആർജവം മങ്ങാട് കൃഷ്ണപ്രസാദ് ഉണ്ട് എന്ന് കാണുന്നു. എന്തു പറയുന്നു? ഞാൻ ശ്രമിക്കും, അവസാന ശ്വാസം വരെ ശ്രമിക്കും. തീർച്ചയായും. താങ്കളുടെ പുരസ്കാരങ്ങൾ മറ്റെന്തെങ്കിലും അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ മലയാളത്തിൻ്റെ ഗോൾഡൻ ലോട്ടസ് അവാർഡാണ് എനിക്ക് കിട്ടിയത്. ഡൽഹിയിലെ അംബേദ്കർ ഭവനിൽ വെച്ചിട്ടാണ്. ആശ്രംബാഗിലെ അംബേദ്കർ ഭവനിൽ വെച്ചിട്ട് മെയ്യിലാണ് ഞാനത്, ഈ കഴിഞ്ഞ മെയ്യിലാണത് ഏറ്റുവാങ്ങിയത്. അതിൻ്റെ ഒരു സ്വീകരണവും ക്യാഷ് പ്രൈസും തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് സെപ്റ്റംബർ 1 ഞാൻ കൈപ്പറ്റാൻ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ മുണ്ടൂരിലെ കഥക്കൂട്ടുകൾ 2ാം ഭാഗം പ്രകാശനം ചെയ്യലും ആ ചടങ്ങിൽ നടക്കും. ഒരു പ്രമുഖ ചലച്ചിത്ര പ്രതിഭയാണ് അത് അക്കാദമിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത്. പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ്? പുതിയ എഴുത്തുകൾ, പുതിയ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഞാൻ ലേഖനങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓണപ്പതിപ്പ് കഥകൾ വരുന്നു എൻ്റെ.
അതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഓണക്കാലത്ത് ഞാൻ ജനയുഗത്തിലാണ് ജനയുഗത്തിലും മനോരമയിലും ഓണപ്പതിപ്പ് കഥകൾ അല്ല ആദ്യമായി വരാൻ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ എഴുത്തുകൾ എന്നെ സഹായിക്കും. ഒരു പോപ്പുലാരിറ്റി ഞാൻ അത്ര പെട്ടെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ എഴുതിയിരുന്നെങ്കിലും കാര്യം ജനം അറിയണം എന്നുള്ളത് ഏതൊരു കലാകാരനും മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ഒരു കാര്യമാണ്. അത് നിസ്സംശയം പറയാതെ. പക്ഷേ എനിക്ക് എവിടെയോ അത്ര അറിയണ്ട, എന്നെ അറിയണ്ട, ഞാൻ എൻ്റെ എഴുത്തിനെ അറിഞ്ഞാൽ മതി എന്നുള്ളൊരു സ്വാർത്ഥ ചിന്താഗതി വരുന്നുണ്ട്. കാര്യം ഞാൻ എഴുതുന്ന കാര്യങ്ങൾ ഏതൊരുത്തനോ വ്യസനിക്കുന്നോ വേദനിക്കുന്നോ മുള്ളുപോലെ അവൻ്റെ ഹൃദയത്തിൽ തറയ്ക്കുന്നോ ആ വേദന ഞാൻ പിന്നീട് കാണുകയല്ലേ. അപ്പോൾ അത് ആ വ്യക്തി കാരണം എല്ലാം നടന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ടതുമാണ്. ഇനിയിപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന നോവൽ എൻ്റെ ഭാവനയാണ്. എങ്കിലും കൂടി അത് കേരള രാജ്യത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ പറഞ്ഞ നഗരവൽക്കരണം, ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കുന്ന അവസ്ഥ. ഒരു കേരളം ഒരു ചെയിൻ ഓഫ് മിനി ടൗൺസായി മാറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരം അങ്ങോട്ട് മാറും. നമ്മൾ മൊബൈലുകൾ പേപ്പറുകളെ പറത്തിവിട്ട് മൊബൈലുകളെ ആണ് സ്നേഹിച്ച് തുടങ്ങുന്നത്. അമേരിക്ക നിയന്ത്രിക്കുന്നു. ഇതിലേക്ക് എനിക്ക് വ്യസനമുണ്ട്. സ്വദേശി പ്രേമം വല്ലാതെ ഉണ്ടോ? സ്വദേശിയാവാം. നിങ്ങൾക്ക് അമേരിക്കയിലോ ഗൾഫിലോ നാടിനോടുള്ള പ്രതിബദ്ധത വേണം, ദേശത്തോട് പ്രതിബദ്ധത വേണം. കേരളക്കാരന് കേരളത്തോട് വേണം, അവൻ്റെ മാതൃഭാഷയോട് വേണം. അതേപോലെ തന്നെ ദേശീയബോധം വേണം. ഒരു കന്നഡക്കാരന് കന്നഡ നാടിനോട് പ്രതിനിധിത്വം വേണം. ഞാൻ ഒരു കാര്യം ചോദിക്കാം. അങ്ങയുടെ അച്ഛൻ്റെ പേരെന്താ? കെ നാരായണൻകുട്ടി മാസ്റ്റർ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. അമ്മയുടെ പേര് മങ്ങാട്ട് ശ്രീദേവി എന്നാണ്. അവരും റിട്ടയർഡ് ഹെഡ് മിസ്സസ് ആയിരുന്നു. മുണ്ടൂരിൽ നിന്നാണ് രണ്ടുപേരും ഗവൺമെന്റ് സർവീസിലായിരുന്നു. അതെ 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 ഗവൺമെന്റ് സർവീസിൽ നിന്ന് പ്രധാനാധ്യാപകരായി. എനിക്കൊരു ബ്രദറുണ്ട്, അവർ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. പ്രശാന്ത് എന്ന പേര്. അവൻ എഞ്ചിനീയറാണ്. അങ്ങയുടെ എഴുത്ത് ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നമ്മൾ ആശിക്കുന്നു, നേരുന്നു. ഈ സമയത്ത് അങ്ങക്ക് ഒരുപാട് തിരക്കുണ്ട്, എന്നാലും പടവുകളിൽ വന്നതിന് വലിയ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പടവുകളിൽ വന്നതിൽ എനിക്കും വളരെ ഇതുണ്ട്. ഇതുവഴി കാണുന്ന എല്ലാ പ്രേക്ഷകരും എൻ്റെ പുതിയ എഴുത്തും വരാൻ പോകുന്ന എഴുത്തുകളും സ്വീകരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ വിളിച്ചതിൽ നന്ദി പറയുന്നു. താങ്ക് യു.